ഇന്ന് ജനുവരി 18, 2026. ഇറാനിൽ പുതിയ നേതൃത്വത്തിന് പ്രസിഡന്റ് ട്രംപ് ആഹ്വാനം ചെയ്യുന്നു. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം യുഎസും ഡൊണാൾഡ് ട്രംപുമെന്ന് അയത്തുള്ള ഖമനേയി. സിറിയൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അഥവാ സന പറയുന്നത് ഗവൺമെന്റ് ഫോഴ്സസ് തബ്ക സിറ്റി പിടിച്ചെടുത്തു എന്നാണ്. എന്നാൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് അഥവാ SDF ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈജിപ്തിലെയും തുർക്കിയിലെയും നേതാക്കളെ ഗാസ പീസ് ബോർഡിൽ ചേരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചതായി അങ്കാറയിലെയും കെയ്റോയിലെയും അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗാസ പീസ് ബോർഡ് ആയിരിക്കും ഗാസയിൽ ടെമ്പററി ഗവേണൻസ് നടത്തുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും. വൈറ്റ് ഹൗസും മറ്റുള്ള സോഴ്സസും വെളിപ്പെടുത്തുന്നത് അവർ പല അപ്പോയിന്റ്മെന്റ്സും നടത്തിയിരിക്കുന്നു, പല ഇൻവിറ്റേഷൻസും പല രാജ്യങ്ങൾക്കും അയച്ചിരിക്കുന്നു. ഇതിൽ ടർക്കിഷ് പ്രസിഡന്റ് എർഡോഗൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ-സിസി, ഫോമർ UK പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ, പ്രസിഡന്റ് ഓഫ് അർജന്റീന ജേവിയർ മിലെ എന്നിവർ ഉൾപ്പെടുന്നു. ഇസ്രായേൽ പറയുന്നത് ചില അപ്പോയിന്റ്മെന്റ്സ് തങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യാതെയാണ് നടത്തിയിരിക്കുന്നതും തങ്ങളുടെ പോളിസിക്ക് എഗൻസ്റ്റ് ആണ് എന്നും അവർ പറയുന്നു. ഗാസയുടെ ബോർഡ് ഓഫ് പീസ് ആയിരിക്കും ഗാസ റീബിൽഡ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ എന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. ഇതിലേക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ കുറഞ്ഞത് $1 ബില്യൺ സംഭാവന ചെയ്യണമെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. 60 രാജ്യങ്ങളിലെ ലീഡേഴ്സിന് ഗാസ ബോർഡ് ഓഫ് പീസിൽ ജോയിൻ ചെയ്യാൻ ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ഗ്രീൻലൻഡ് അക്വയർ ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളായ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, UK, നെതർലൻഡ്സ്, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% ടാരിഫും ജൂൺ 1 മുതൽ 25% ടാരിഫും നിലവിൽ വരും എന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ ടാരിഫ് നിലനിൽക്കുന്നത് ട്രംപ് ഗ്രീൻലൻഡ് കംപ്ലീറ്റ്ലി അക്വയർ ചെയ്യുന്നത് വരെ ആയിരിക്കും. നേറ്റോ രാജ്യങ്ങളുടെ പൂർണ്ണ സുരക്ഷയ്ക്കായി ശ്രമിക്കുന്ന സഖ്യകക്ഷികൾക്കെതിരെ ടാരിഫ് ചുമത്തുന്നത് തെറ്റാണെന്ന് UK പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ആർട്ടിക്കിന്റെ സുരക്ഷ എന്നത് നേറ്റോയുടെയും സഖ്യകക്ഷികളുടെയും ബാധിക്കുന്ന കാര്യമാണെന്നും റഷ്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും ത്രെറ്റ്സ് ഒരുമിച്ചാണ് നേരിടേണ്ടതെന്നും കെയർ സ്റ്റാർമർ പറഞ്ഞു. ഇത് തങ്ങൾ US അഡ്മിനിസ്ട്രേഷനുമായി നേരിട്ട് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി കടുത്ത നടപടിയുമായി കേന്ദ്രം 22 കോടി രൂപയാണ് ഇപ്പോൾ ഫൈനായിട്ട് ചുമത്തിയിരിക്കുന്നത്.